അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപക് ജീവനൊടുക്കിയതിൽ പ്രതി ഷിംജിത മുസ്തഫയുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. കുന്ദമംഗലം മസ്കാത്ത് കോടതിയാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക. ഷിംജിതയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കോഴിക്കോട് നിന്ന് വാർത്ത അപ്ഡേറ്റ് ചെയ്യാൻ ദീപക് തർമ്മണം തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക്. ദീപക്, ഷിംജിത മുസ്തഫയ്ക്ക് ഇത് നല്ല സമയമല്ല. കയ്യിലിരിപ്പിത്തിരി. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. പറയൂ എസ് കെ. അത് ഒരു അമ്മയുടെ ദുഃഖം, ഒരു അച്ഛൻ്റെ ദുഃഖം, അവരുടെ ഏക മകൻ ഒരു നരഹത്യക്കിരയായത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ തുടർച്ചയാണിത്. അതുകൊണ്ട് തന്നെ ഇത് അത്രമേൽ എന്താ പറയുക, നമ്മൾ പറയേണ്ടതില്ലെന്ന് തോന്നുന്നു. കാരണം അത്രയും ദാരുണമായ ഒരു അന്ത്യമായിരുന്നു ദീപകിൻ്റേത്. ലൈംഗിക അതിക്രമം നടത്തി എന്ന് വ്യാജമായ പ്രചരണം, അതിനുവേണ്ടി വ്യാജമായ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു, ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തു, പ്രചരിപ്പിച്ചു. നമ്മൾ ഇന്നലെ പറഞ്ഞു തന്നെയാണ് സംഭവിച്ചത്. ഷിംജിതയ്ക്ക് ജാമ്യം കിട്ടിയില്ല. ജാമ്യ അപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് പോലീസിൻ്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചു. ഇന്ന് പോലീസിൻ്റെ കസ്റ്റഡി അപേക്ഷ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുകയാണ്. അതായത് ഈ കേസ് നടത്തുന്ന കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ കസ്റ്റഡി അപേക്ഷ, അതായത് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യമുണ്ട്, വിശദമായ തെളിവെടുപ്പ് ആവശ്യമുണ്ട്, കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യണം, സമാന സ്വഭാവത്തിൽ മറ്റാരെയെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. അതുപോലെ ഇവരുടെ മൊബൈലിൽ നിന്നുള്ള ഫോറൻസിക് പരിശോധന റിപ്പോർട്ട് കിട്ടണം, ബസ്സിൽ തെളിവെടുപ്പ് നടത്തണം, മറ്റു സാക്ഷികളുമായി ഒരുമിച്ചിരുന്ന് ചോദ്യം ചെയ്യൽ, ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുന്നു. അതിൻ്റെ ഭാഗമായി കസ്റ്റഡി അപേക്ഷ കഴിഞ്ഞ 2-ാം തീയതി നൽകി. അതാണ് ഇപ്പോൾ പരിഗണിക്കാൻ പോകുന്നത്. പോലീസ് വൈകിയാണെങ്കിലും കസ്റ്റഡി അപേക്ഷ നൽകുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ജില്ലാ കോടതി ജാമ്യ ഹർജി പരിഗണിച്ചില്ല. കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചതിന് ശേഷമായിരിക്കും ഇത് പരിഗണിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇന്ന് കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങിക്കാൻ വേണ്ടിയുള്ള പോലീസിൻ്റെ അപേക്ഷ പരിഗണിക്കുകയാണ്. അതിൽ മറ്റൊരു കാര്യം, 14 ദിവസം റിമാൻഡ് പൂർത്തിയാകുമ്പോൾ ഷിംജിതയെ കോടതിയിൽ ഹാജരാക്കണം. കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം റിമാൻഡ് നീട്ടുകയോ അല്ലെങ്കിൽ ജാമ്യം അനുവദിക്കുകയോ വേണം. ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ ശാസ്ത്രീയമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ജയദേവിൻ്റെ നേതൃത്വത്തിൽ ഈ കേസ് കൃത്യമായി റിവ്യൂ ചെയ്യപ്പെട്ടു. റിവ്യൂ ചെയ്ത സമയത്ത് പോലീസിന് വിട്ടുപോയ കാര്യങ്ങൾ കൂടി അന്വേഷിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം ജയദേവ് കമ്മീഷണർ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണറും മെഡിക്കൽ കോളേജ് IP-യും വളരെ ശാസ്ത്രീയമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സ്കെയിൻ ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കാതെ ഈ കസ്റ്റഡി അപേക്ഷ ക്ഷമിക്കണം സ്കെയിൻ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചാൽ സ്വാഭാവികമായും സംഭവിക്കാൻ പോകുന്നത് അവരുടെ തെളിവെടുപ്പിലേക്ക് കടക്കുമെന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.